ഹായ്, കൊച്ചിക്കായലിലൂടെ ഒരു ഫ്രീ ബോട്ട് യാത്ര ചെയ്താലോ? അങ്ങനെ ചുമ്മാതെ ഒന്നും ഇത് കിട്ടില്ല കേട്ടോ. ഒരു 2.5 മണിക്കൂർ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് യാത്ര നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാം. താന്തോന്നി തുരുത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ച് സിനിമയിലൊക്കെ ഉള്ള ഒരു ഫേമസ് ലൊക്കേഷനാണ്. അവിടെയാണ് ഞങ്ങൾ ഈ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്തത്, അതും റിവർ കോമ്പസിന്റെ കൂടെ. തുരുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗോശ്രീ പാലത്തിന്റെ അടുത്തൂടെ നേരെ ക്യൂൻസ് വാക്ക് വേ കറങ്ങി ഒരു റൗണ്ട് ട്രിപ്പ്. പലപ്പോഴും ക്യൂൻസ് വാക്ക് വേ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് കായലിൽ നിന്ന് വാക്ക് വേ കാണുന്നത്. ഫ്ളാറ്റുകളുടെ ഇടയിലൂടെ ഉദിച്ചു വരുന്ന സൂര്യനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സിറ്റിയുടെ ഒത്ത നടുവിലാണെന്ന് വെച്ച് പച്ചപ്പും ഫോട്ടോജനിക് സ്പോട്ടും ഇല്ലാന്ന് വിചാരിക്കരുത്. തുഴഞ്ഞങ്ങ് ചെല്ലുന്നത് ഒരു കണ്ടൽ കാട്ടിലേക്കാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, പിന്നെ അടിപൊളി ഫോട്ടോയും എടുക്കാം. കയാക്കിംഗ് ചെയ്ത് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാം, യാതൊരു പേടിയും കൂടാതെ. കാരണം ഒരു ഇൻട്രൊഡക്ഷനും ബ്രീഫിംഗ് സെഷനും കഴിഞ്ഞാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ കൂടെ എപ്പോഴും 2 ഗൈഡുകൾ ഉണ്ടാകും. സേഫ് ബ്രോയും ഇന്ദ്രജിത് ബ്രോയും ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നല്ല വൈബുള്ള 2 പേര്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, പോകുന്ന വഴി ഒരുപാട് ജെല്ലി ഫിഷുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയാണ്. സിംഗിൾ ആൻഡ് ഡബിൾ സീറ്റർ കയാക്കിംഗിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. മോർണിംഗ് 6 to 8:30 വരെയും ഈവനിംഗ് 4:30 to 6:30 വരെയുമാണ് അവരുടെ ടൈം. ഡിഫറെന്റ് കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് പോകും. ഇവിടെ വന്ന സൺറൈസും സൺസെറ്റും ഒക്കെ വേണ്ടുവോളം ആസ്വദിക്കും. ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഹാപ്പി ആയിരിക്കും. വെയിറ്റ് ആദ്യം പറഞ്ഞ ഫ്രീ ബോട്ട് സർവീസ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഈ കയാക്കിംഗ് സ്പോട്ടിലേക്ക് എത്താൻ ഈ ബോട്ടിൽ കുറച്ച് യാത്ര ചെയ്യണം. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ബൈക്കും കാറും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാൻ ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ നിന്നാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.